ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കനക്കും, വീണ്ടും അധികാരത്തിലേക്ക് വരാൻ LDF അല്പം പ്രയാസപ്പെടും എന്ന് UDF മനസ്സിലാക്കുന്നുണ്ട്. UDF എന്നാൽ അത്ര ഈസി ആയിട്ടങ്ങ് കയറി വരാനും കഴിയില്ല എന്നും അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ നമ്മൾ കർണാടകയിൽ കണ്ടില്ലേ സൗജന്യ പെരുമഴ, അതുപോലുള്ള ഒരു പെരുമഴയിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ UDF. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് KSRTCയിൽ. ഇത് കേരളത്തിൽ പ്രാവർത്തികമാകുമോ? കേരളത്തിലെ KSRTCയുടെ സ്ഥിതി നമുക്കറിയാവുന്നതാണ്. അതിന് ഗണേശൻ മറുപടിയും കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ. അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു മറുപടിയാണോ അതോ KSRTCയുടെ പരിതാപകരമായ അവസ്ഥ കൊണ്ടാണോ? തീർച്ചയായിട്ടും KSRTCയുടെ പരിതാപകരമായ അവസ്ഥ ഗണേശൻ പറയാതെ തന്നെ നമുക്കറിയാം. ഈ ആനുകൂല്യം കൊടുത്താൽ 2 ദിവസത്തിന്, അദ്ദേഹം പറഞ്ഞ 2 മാസം കൊണ്ട് KSRTC കൂട്ടുന്നത്, ഞാൻ പറഞ്ഞത് 2 ദിവസത്തിനകം KSRTC കൂട്ടേണ്ടി വരും. കാരണം ഇപ്പം കിട്ടുന്ന കളക്ഷൻ 50% പോവാണ്. ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ നോക്കുമ്പോഴേ കൂടുതലും സ്ത്രീകളാണ് ആ ബസ്സിൽ സഞ്ചരിക്കുന്നത്. അതെ, ഞാൻ പകുതി ഇട്ടതേ ഉള്ളൂ. കൂടുതലാണെങ്കിൽ 70% കളക്ഷൻ പോവുകയാണ്. അതോടെ KSRTC കൂട്ടാൻ 2 ദിവസം മതി. സെക്കൻഡ് ഡേ KSRTC കൂട്ടേണ്ട അവസ്ഥ വരും. പിന്നെ 1 മാസം ശമ്പളം കൊടുക്കാൻ കൂടെ ഇല്ലാതാകുമ്പം കൂട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയണം. ഇത് പൊതുഗതാഗതമാണ്. അതെ, ഇതിനകത്ത് കഴിയാതെയൊന്നുമില്ല. സർക്കാർ KSRTCയെ എങ്ങനെ എന്ത് കാഴ്ചപ്പാടിൽ നോക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്താണ് KSRTC ലാഭകരമല്ലാത്തതെന്ന് ആദ്യം പഠിക്കണം. ഒരു കണ്ടക്ടറും ഡ്രൈവറും അത് കൂടിയേ തീരുള്ളൂ. അവർക്ക് മിനിമം വേതനമാണ് കൊടുക്കുന്നത്. വലിയ കൂടിയ പൈസയൊന്നും അവർക്ക് കൊടുക്കുന്നില്ല. KSRTC കിട്ടുന്ന വരുമാനം കൊണ്ട് KSRTC ലാഭകരമാകേണ്ടതാണ്, ബസ് മാത്രം നോക്കിയാൽ. പക്ഷേ ബസ് മാത്രം നോക്കിയാൽ ലാഭകരമാവില്ല. കാരണം ഇവർക്ക് വേറൊരു വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് അവിടെ വന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റാഫ്, ക്ലർക്ക്, സൂപ്രണ്ട്, പിന്നെ മാനേജർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തസ്തികകൾ, ഓപ്പറേറ്റിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സ്റ്റാഫിനെ ആദ്യം വെട്ടി നിർത്തണം. എന്നിട്ട് ഇതിൻ്റെ അനുപാതം കുറയ്ക്കണം. ഇപ്പോൾ ഒരു ബസ്സിന് 16 ജീവനക്കാരന് 20 ജീവനക്കാരനുണ്ടെങ്കിൽ അത് 2-3 ജീവനക്കാരിലേക്ക് നിർത്തണം. ഒരു കണ്ടക്ടർ, ഒരു ഡ്രൈവർ, ക്ലീനർ, ഒരു മെക്കാനിക്ക്, ഇതുപോലെ 4-5 ജീവനക്കാരിൽ നിർത്തണം. എന്നിട്ട് ഈ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആക്കി KSRTC MDയുടെ ഓഫീസിൽ വളരെ ചുരുക്കി നിർത്തണം. എന്നിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം അക്കൗണ്ട്സ് വിഭാഗം വല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഏൽപ്പിച്ചിട്ട് ഒരു മൊത്തം തുക കൊടുത്തിട്ട് KSRTC നടത്തുക. വളരെ ലാഭകരമായിട്ട് ഈ അക്കൗണ്ട്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുക്കാൻ, കളക്ഷൻ സ്വീകരിക്കാനായിട്ട് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരാളെ ഓരോ ഡിപ്പോയിലും ഇരുത്തുക. അല്ലാതെ വലിയ ഭാരിച്ച തുക കൊടുത്ത് ജീവനക്കാരെ അവിടെ ഇരുത്തിയാൽ പ്രശ്നമാവും. ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞ് KSRTCയുടെ വരുമാനം, ഞാൻ പറഞ്ഞില്ലേ, ഒരു ബസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇത്രയും പേർക്കായിട്ട് ഒതുക്കിയാൽ കുറച്ചൊക്കെ സാധിച്ചെന്നിരിക്കും. അല്ലാതെ ഇത് ഈ സൗജന്യം കൊടുക്കാൻ പോയാൽ KSRTC പൂട്ടും, KSRTC ജീവനക്കാരൻ്റെ ശമ്പളം നിൽക്കും, പെൻഷനും നിൽക്കും. ഇത് കുത്തഴിഞ്ഞ ഒരു ഖജനാവാണ്, കുത്തുവാളയെടുത്ത ഖജനാവാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. പക്ഷെ കർണാടകയിൽ ഇത് വിജയത്തിലെത്തിച്ചു. കർണാടക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ള, ഖനന സൗകര്യങ്ങൾ ഉള്ള, ഖനനം വഴി അതിന് സ്വത്ത് കിട്ടുന്ന ഒരു ഗവൺമെൻറ്റാണ്. എന്നിട്ട് തന്നെ അവർ കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഈ ഫ്രീ ബീസ് എല്ലാം മാനേജ് ചെയ്യാൻ. ഡൽഹിയിൽ ഇത് ആരംഭിച്ച ഡൽഹിയിൽ എന്തായത്, 10 രൂപ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തപ്പോൾ പുരുഷൻ്റെ ടിക്കറ്റ് 15 രൂപ ആക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? ഇത് എവിടെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. 10 രൂപ സ്ത്രീകൾക്ക് സൗജന്യം, പക്ഷേ 15 രൂപ ടിക്കറ്റ് പുരുഷന്മാർക്ക്. ഇത് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാതെ ഇത് ആരാണ് ഈ ഖജനാവ് നിറയ്ക്കുന്നത്? നമ്മളാണ്. വീട്ടിലെ കാര്യങ്ങൾക്ക് ഇനി എല്ലാം സ്ത്രീകളായിരിക്കും യാത്ര ചെയ്യാൻ പോകുന്നല്ലേ? വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം സ്ത്രീകളായിരിക്കും ഇനി യാത്ര ചെയ്യേണ്ടി വരിക. അതെ, സൗജന്യമായിട്ട് പോയിട്ട് വരാലോ എന്ന് പറഞ്ഞു. പക്ഷേ എത്ര ദിവസം പോവും എന്നുള്ളതാണ്. ഒരു ബസ്സിൽ പകുതി, ഞാൻ 50% വെച്ചാലും 50% വരുമാനം KSRTCയുടെ നിന്നാൽ പിന്നെ എങ്ങനെ അത് മുന്നോട്ട് പോകും? ഇപ്പോൾ ഒരു പരുവത്തിലാണ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പരുവത്തിലല്ല, പടുകുഴിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സർക്കാരിൽ നിന്ന് പൈസ കൊടുത്തിട്ടല്ലേ ഇത് നടക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് എവിടെ നടക്കാനാണ്? ഇത് നമ്മുടെ ഹോസ്പിറ്റൽ നടക്കുന്ന പോലെ, പോലീസ് നടക്കുന്ന പോലെ ചുമ്മാ പൈസ ഖജനാവിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു ലാഭവും കിട്ടുന്നില്ല. പോലീസ് സർവീസ് നടത്തുന്നില്ലേ, ഹോസ്പിറ്റൽ സർവീസ് നടത്തുന്നില്ലേ, അതുപോലെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇവിടെ പോലീസ് സർവീസ് നമുക്ക് വേറെ വെളിയിൽ നിന്ന് വെക്കാൻ പറ്റില്ല. അത് നമുക്ക് നമ്മുടെ കാശ് മുടക്കിയേ പറ്റുള്ളൂ. പക്ഷേ KSRTC അങ്ങനെയല്ല. ഇത് പ്രൈവറ്റുകാരന് കൊടുത്തു നോക്കട്ടെ, ഓരോ ഡിപ്പോയും ഓരോരുത്തർക്ക് കൊടുത്തു നോക്കട്ടെ, ഓരോ പ്രൈവറ്റ് ആൾക്ക് കൊടുത്തോട്ടെ. എന്നിട്ട് അവനോട് പറഞ്ഞു നോക്കട്ടെ, ഇതിനകത്ത് എലിജിബിൾ ആയിട്ടുള്ള സ്ത്രീകൾക്ക് കൺസെഷൻ കൊടുക്കണം, അതിൻ്റെ പൈസ ഞങ്ങൾ ഖജനാവിൽ തന്നേക്കാമെന്ന് പറഞ്ഞു നോക്കട്ടെ.
അയാൾ ഒരു എമൗണ്ട് ഇങ്ങോട്ട് അടയ്ക്കുകയും ചെയ്യും, അതിൽ നിന്ന് കുറച്ചെടുത്ത് സർക്കാരിൻ്റെ മുമ്പിൽ ഒരുപാട് ഓപ്ഷനുണ്ട്. സർക്കാർ ഇനി വരുന്ന സർക്കാർ ഏതായാലും ഈ പരുവത്തിൽ പോയാൽ ഇനിയും പടികുണിയിലേക്ക് പോവും. സർക്കാരിൻ്റെ അത്യാവശ്യത്തിന് മന്ത്രിമാർക്ക് പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാതെ. ഞാൻ മുമ്പ് പറയാറുണ്ട്, ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് സൈക്കിളിൽ പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണേണ്ടി വരും, മന്ത്രിമാരെ ഈ രീതിയിൽ പോയാൽ. അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 5 ലക്ഷം കോടി ഖജനാവിൽ കടമായിട്ട് കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? ഈ ഫ്രീ ബീസ് എല്ലാം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു സർക്കാരിനും കഴിയില്ല. ഇത് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഈയിടെ ഒരു BJP അനുഭാവിയായ ഒരു വക്കീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് വിധിയാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സുപ്രീം കോടതി ഇതെല്ലാം ജഡ്ജ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഫ്രീ ബീസ് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്താ ഒരു ദീർഘവീക്ഷണവും ഇല്ല? അതെങ്കിൽ കേരളത്തിന്റെ ധനപരമായിട്ടുള്ള സ്ഥിതിയെ പറ്റി അറിയത്തില്ല. VD സതീശൻ എന്താ അറിയാത്ത ആളാണ്? കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. അവരോട് ലീഗ് പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ നിങ്ങൾ ഭരണത്തിൽ വരാനുള്ള എല്ലാ സ്റ്റെപ്പും എടുത്തോണം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി വേറെ വഴി നോക്കേണ്ടി വരും പറഞ്ഞിട്ടുണ്ട്. അതവർക്കറിയാം. അപ്പോൾ ഇത്തവണ ഭരണം പിടിച്ചേ പറ്റൂ. ഭരണം പിടിക്കുക അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ മുമ്പ് കണക്ക് കൂട്ടിയതാണ്, ഒരു 28 മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ്. ഇപ്പം നിൽക്കുന്നത് 58ഉം 80ഉമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടിംഗ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ മികച്ച സ്ഥാനാർത്ഥികൾ കൂടെ വന്നാൽ ഈ 80 എന്നൊക്കെ പറഞ്ഞെങ്കിൽ താഴോട്ടൊക്കെ വരാം. ഒരു 10-28 സീറ്റുകൾ ഒരു 11ഓളം UDFന് അനുകൂലമായി വരാവുന്നതുകൊണ്ട് 8-10 സീറ്റുകൾ LDFന് 160 മുതൽ 1000 വരെ മാർജിനുള്ള സീറ്റുകളുണ്ട്. അത് പിടിച്ചാൽ ഈ 58-68 ആക്കാം. തിരിച്ച് 80-ൽ നിന്ന് അവരെ 70-ലേക്ക് കൊണ്ടെത്തിക്കാം. കൂടുതൽ സീറ്റുകൾ ഇപ്പുറത്തുനിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് 90 ആക്കാം എന്നൊക്കെയുള്ള കണക്കുകൾ നമ്മളിത് വിശദമായി മുമ്പൊരു വീഡിയോയിൽ അവതരിപ്പിച്ചതാണ്. അത് ഇപ്പോഴും നിലനിൽക്കുകയാണ് സ്ഥിതി. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അവസ്ഥയെന്ന് വെച്ചാൽ, പണ്ടാണെങ്കിൽ 1%, 2% ആൻറ്റി ഇൻകംബൻസി വന്നു കഴിഞ്ഞാൽ, സർക്കാർ വിരുദ്ധ വോട്ടുകൾ വന്നു കഴിഞ്ഞാൽ LDF താഴെ പോകും, അല്ലെങ്കിൽ UDF താഴെ പോകും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 15 മുതൽ 20% വരെ പല മണ്ഡലങ്ങളിലും BJP വോട്ട് പിടിക്കുന്നു. 10 മുതൽ ആണ് പലയിടത്തും BJPയുടെ തുടക്കം. അപ്പോൾ ഈ 10% വോട്ട് ഗവൺമെൻറ് വിരുദ്ധ വോട്ടുകളാണ്. ആ ഗവൺമെൻറ് വിരുദ്ധ വോട്ടുകൾ കവച്ച് വെക്കുന്ന ഒരു മുന്നേറ്റം ചിലയിടത്ത് UDFന് നടത്തേണ്ടി വരുന്നു. ചിലയിടത്ത് ഇത് 20% ആകുമ്പോഴേക്കും അതിൻ്റെ പിക്ചർ മാറി, അവിടെ LDFന് ജയിക്കാനുള്ള സാധ്യത കൂടി. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ വരാൻ പോകുന്ന വേറൊരു പ്രത്യേകത, ഒരു 10ഓളം സീറ്റുകൾ BJP വരികയാണെങ്കിൽ, BJP എന്ന് പറഞ്ഞാൽ NDA മുന്നണിയിൽ എല്ലാവരും കൂടെ ചേർന്ന്, ഇപ്പോൾ 2-3 സീറ്റുകൾ 2020 പിടിക്കുകയും ഒരു 6-7 സീറ്റുകൾ BJP നേരിട്ട് തന്നെ പിടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പിക്ചർ തലകുത്തനെ മറിയും. ഒരു ത്രിശങ്കുവിലേക്ക് പോയാലും അതിശയമില്ല. കാരണം വളരെ ടൈറ്റായിട്ടുള്ളൊരു ഫൈറ്റാണ്. ഏതാണ്ട് 70 എന്നുള്ളതിന് അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഫൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു 10 എണ്ണമോ 7 എണ്ണമോ 8 എണ്ണമോ പോലും BJP അല്ലെങ്കിൽ NDA മുന്നണി പിടിച്ചാൽ അത് വലിയ ഒരു കൺഫ്യൂഷനിലേക്ക് കേരള സർക്കാരിനെ കൊണ്ടെത്തും. അപ്പം ഒരു പക്ഷേ BJPയുടെ താമര ഉയർന്നാലേ ഒരു സർക്കാർ ഇവിടെ ഉണ്ടാവൂ എന്നുള്ള അവസ്ഥ വരും. ഇല്ലെങ്കിൽ താമര ഒന്ന് മൗനം പാലിക്കേണ്ടതായിട്ടും വരും. എങ്കിലേ അടുത്ത സർക്കാർ നിലനിൽക്കുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അത് UDFന് നല്ലപോലെ അറിയാം. കാരണം കനകൗലി ഇത് പറഞ്ഞു കൊടുത്തു കാണും. നിങ്ങൾ വടക്കോട്ടൊക്കെ ഇങ്ങനെ പിടിക്കും, തെക്കോട്ട് വരുമ്പം, തെക്കോട്ടല്ല, തൃശ്ശൂർ ഈ പ്രശ്നമുണ്ട്, പാലക്കാട് ഈ പ്രശ്നമുണ്ട്, ആലപ്പുഴ ഈ പ്രശ്നമുണ്ട്, കൊല്ലത്ത് പ്രശ്നമുണ്ട്, തിരുവനന്തപുരത്ത് പ്രശ്നമുണ്ട്. കാരണം ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ രണ്ടായിട്ട് വിഭജിച്ച് പോവുകയാണ്. ഒന്ന് UDFന് പോകുന്നു, ഒന്ന് BJPക്ക് പോകുന്നു. അപ്പോൾ LDFന് കുറച്ച് വോട്ടുകൾ പിടിച്ചാൽ പോലും അവരുടെ പാർട്ടി വോട്ടുകളും പിന്നെ ഒരല്പം ഈ ഇപ്പോഴത്തെ നമ്മുടെ വികസന റീൽസും ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് കയറാം. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചുമൊക്കെ പോകുന്നേ. ദിവസവും ഇങ്ങനെ TV-യിലൂടെ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, സിനിമ കാണുന്ന പോലെ കേരളം അങ്ങനെ മനോഹരമായി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ വിശ്വസിച്ച് ഒത്തിരി പേര് വോട്ട് ചെയ്തിരിക്കും. അങ്ങനെ വോട്ട് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ ഇപ്പോൾ ചവറ പോലെ കൊടുത്തിട്ടുണ്ട്. 60 ലക്ഷം പേർക്ക് പെൻഷൻ, വെൽഫെയർ. അത് ഏതാണ്ട് അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരിൽ ഒരു 10-11 ലക്ഷം പേർക്ക് പെൻഷൻകാർക്കും കൂടെ ചേർത്ത് DA. അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 4-5 പേര് വരുമ്പോൾ ഒരു 50 ലക്ഷം പേരെങ്കിലും കുറഞ്ഞത് അത്. പിന്നെ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവരും ആനുകൂല്യങ്ങൾ കൊടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഇത് നേരിട്ട് കാശായിട്ട് കൈ കിട്ടുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം
LDFിനെ പൊട്ടിക്കണമെങ്കിൽ, തോൽപ്പിക്കണമെങ്കിൽ UDF കനത്ത ചില പാതകളിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. UDF പരാജയപ്പെടുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ LDF അതിഭയങ്കരമായ സർക്കാർ വിരുദ്ധ വികാരവും അയ്യപ്പ വിരുദ്ധ നടപടികളിലുള്ള ഉണ്ടായിട്ടുള്ള കോപവും ഒക്കെ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ UDF കഴിഞ്ഞാലേ UDF ഏതെങ്കിലും വിധത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. കാരണം ഈ 10 മുതൽ 20% വോട്ടുകൾ പല മണ്ഡലങ്ങളിൽ, ഒരു 100ഓളം മണ്ഡലങ്ങളിൽ കുറഞ്ഞത് BJP പിടിക്കുകയാണ്. അത് UDF നഷ്ടം. UDF മാത്രമല്ല LDF പോവും. പക്ഷേ അതിൻ്റെ റേഷ്യോ ഈ ആൻറ്റി ഇൻകംബൻസി കിട്ടേണ്ടതല്ലേ? മുമ്പ് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. 2011 അതിന് മുമ്പുള്ള കാലത്തിൽ നമ്മുടെ നോക്കിയാൽ 6-7% BJP പിടിക്കും. പക്ഷേ ബാക്കി മുഴുവൻ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ UDF കിട്ടുക. തിരിച്ചു വരുമ്പോൾ LDF കിട്ടുക. ഇപ്പോൾ ആ പിക്ചർ മാറി. LDF നിന്നും UDF നിന്നും BJP ഒരു ഷെയർ എടുക്കുന്നുണ്ട്. ആ ഷെയർ എത്ര എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പോകുന്ന ഒരു ഇലക്ഷനാണിത്. അതിന് കൂടുതൽ മുന്നേറ്റങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ വിധി. അതിൽ എത്ര താമര വിരിയുന്നു എന്നുള്ളതും പ്രധാനമാണ്. 2 വിരിയുള്ളൂ എന്നൊക്കെ പറയുന്നത് പഴയ കണക്ക് വെച്ച് പറയുന്നതാണ്. നമ്മുടെ TV ചാനലുകളെല്ലാം അത് മനഃപൂർവ്വം പറയുന്നതാണ്. അതല്ല ഗ്രൗണ്ട് സിറ്റുവേഷൻ ഈ പറയുന്ന ചാനലുകാർക്കും അറിയാം. അതിൽ കൂടുതൽ വിജയങ്ങൾ BJP കൊണ്ടുവരികയും അത് 6-7 പോവുകയും പിന്നെ 2020 കൂടെ കുറച്ച് സീറ്റുകൾ 1-2-3 സീറ്റുകൾ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 8-9 സീറ്റ് വന്നാൽ പോലും ഇക്വിലിബ്രിയം മാറും. അത് UDF നല്ലപോലെ അറിയാം. അതാണ് അവർ ഈ ആനുകൂല്യങ്ങൾ ഇങ്ങനെ ഫ്രീബീസ് ഒക്കെ ഇല്ലാത്ത ഖജനാവിലെ വല്ലാത്ത പണമെടുത്ത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ മുതിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.